ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഞാൻ 2-3 ദിവസം മുമ്പ് എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ. എല്ലാം കൂടി മിക്സഡ് ആക്കിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തൊന്ന് എടുത്തുനിന്ന് വെച്ചു. പുറത്തൊരു വീഡിയോ ഇങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഐദി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ. അനിയതിൻ്റെ കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പനിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകേണ്ടന്ന് ഡിസ്ചാർജാണ്. അപ്പോൾ അഡ്മിറ്റായിട്ട് 2-3 ദിവസമായി. അപ്പോൾ ഡിസ്ചാർജാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അവൾ. ഞാനും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോകണം. ഇതാ ഹാദി ഇവിടെ നിൽക്കുന്നുണ്ട്, അല്ല ഉമ്മ എടുത്തിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഹാദിക്ക് ഇപ്പോൾ കരയാനുള്ള, അവൾ പോകുന്നു കണ്ടിട്ട് കരയാനുള്ളതൊന്നും ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് അവൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഞാനിതാ ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെയാണ്, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഡിസ്ചാർജ് വൈകുന്നേരമായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുക്കാനൊന്നുമില്ല. പിന്നെ അങ്ങനെ വൈകുന്നേരം വീട്ടിൽ പോയി. പിന്നെ അതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ഒരു മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ എണീറ്റിട്ട്. അപ്പോൾ അലക്കാനുണ്ടായിരുന്നു, പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു, വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് മന്തി ഉണ്ടാക്കാൻ നിൽക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്, പുതിന വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ എല്ലാം ശരിയാക്കി വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് മന്തിൻ്റെ മസാല പൊടിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ മന്തി മസാല പൊടിക്കാൻ പോവാണ്. വറ്റൽമുളക്, മല്ലി, കുരുമുളക്, ജീരകം, പെരുംജീരകം അതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മസാല പൊടിച്ചെടുക്കാം. അത് ചിക്കൻ നന്നായിട്ട് കഴുകി വെച്ചതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേ ഞാൻ മറന്നുപോയി ഹോൾസ് ഇടാൻ. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് മസാല ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് നന്നായി മസാലയൊന്ന് പിടിപ്പിക്കാം. ഞാനിത് ഇതൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല കേട്ടോ, പെട്ടെന്ന് ഞാൻ മന്തി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കഴുകി വെച്ച പുതിന, മല്ലിയില ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം കിട്ടിയില്ല കേട്ടോ, കടയിൽ പോയപ്പോൾ കിട്ടിയില്ല. പിന്നെ നമ്മുടെ ഈ കുഗ്രാമത്തിലൊന്നും പെട്ടെന്ന് കിട്ടൂല. പിന്നെ പോകണമെങ്കിൽ 8 കിലോമീറ്റർ അപ്പുറം പോകണം ക്യാപ്സിക്കം കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മളിതാ മല്ലിയിലും പുതിനയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മാഗി ക്യൂബ് മസ്റ്റാണ് കേട്ടോ, മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്, ഇതൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ കളർ പൊടി ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ മാഗി ക്യൂബ് നന്നായി ഇതൊന്ന് കൈ കൊണ്ട് സ്മജ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെപ്പർ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിട്ട് കൊടുക്കുക. പിന്നെ എണ്ണയും കൂടെ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം നമ്മളൊരു പൊട്ട് പോലും ഒഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ വെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല, ഡയറക്റ്റായിട്ട് ഞാൻ അടുപ്പിൽ വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ്. എന്താ പറയുക, ഒരിക്കലും പെട്ടെന്ന് എന്താ പറയുക, അവരൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടാവില്ലല്ലോ നാളെ നമ്മൾ മരിച്ചു പോകും എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ല സങ്കടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ നേരെ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് റൈസ് റെഡിയാക്കാം. റൈസ് നമുക്ക് ആദ്യം വെള്ളം വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഏലക്ക, ഗ്രാമ്പൂ, വട്ട അതൊക്കെ നമുക്ക് വാരി വെത്തറാം കേട്ടോ. പക്ഷേ അപ്പോഴേ നമുക്ക് ആ റൈസിനൊരു മണവും ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെന്താ ഈ കളറെന്ന് വിചാരിക്കേണ്ട, ഞാൻ ആ മസാല പൊടിച്ചതിൻ്റെ ജാറിൽ തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. റൈസ് തമ്മിൽ ഒട്ടാതിരിക്കാനാണ് കേട്ടോ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി നമ്മൾ എപ്പോഴും മന്തി റൈസ് എടുക്കുമ്പോൾ എപ്പോഴും യെല്ലോ കളർ റൈസ് എടുക്കുക, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. വൈറ്റ് ഒരു മന്തി റൈസ് ഉണ്ടല്ലോ, ആ റൈസ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഈ റൈസൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് വേവട്ടെ. നമുക്കിനി സൽസയും മയോനൈസൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ദമ്മിട്ടു കേട്ടോ. പിന്നെ അതിന് ശേഷം വീഡിയോ ഒന്നും എടുത്തില്ല ഗൈസ്. പിന്നെ ദമ്മിട്ട് ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി ഫുഡൊക്കെ കഴിക്കണം. അതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുക്കാൻ വിട്ടുപോയി.
അപ്പോൾ ഇതാ നമ്മുടെ മന്തിയൊക്കെ അടിപൊളിயாக റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കൽ പരിപാടിയാണ്, വേറെ ഒന്നും പ്രത്യേകിച്ചില്ലല്ലോ. അപ്പോൾ ഇതാ മയോനൈസ്, സൽസ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മന്തി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, അടിപൊളിയായിട്ട്. പിന്നെ മയോനൈസ് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, അധികം ഒന്നും കഴിക്കാറില്ല. സൽസ എല്ലാവരും കഴിക്കുന്നുണ്ടോ, മയോനൈസൊന്നും ആരും കഴിക്കാറില്ല. പിന്നെ ഐതി ഇതവിടെ സ്കെച്ചും കൊണ്ട് ഇരിക്കുന്നുണ്ട്. ചുമരിൻ്റെ കോലം കണ്ടില്ല ഗൈസ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു ഭാഗം അവൻ വെറുതെ വിട്ടിട്ടില്ല. അപ്പോൾ മന്തി കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ വെറുതെ പറയില്ല, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചു. മന്തി കഴിച്ചാൽ പിന്നെ ഓൾറെഡി മയക്കം വരുമല്ലോ, പിന്നെ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഡെയിലി വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും ഗൈസ്, പക്ഷേ എന്താ പറയുക, വീഡിയോ എടുക്കാൻ എന്താ ഒരു കണ്ടൻറ്റ് കിട്ടണ്ടേ ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇതാവുമ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും എപ്പോഴാണ് ഒരു വീഡിയോ ഇടാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ ബൈ, സീ യു.